ഓക്കെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചിട്ടാണ്. അല്ലേ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഓക്കെ ആണോ? ഞാൻ കുറച്ച് നെറ്റ്വർക്കുള്ള ഏരിയയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വോയിസും അതുപോലെ തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? സാർ ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലും മറ്റുമൊക്കെ ആയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എവറി ബിസിനസ്. ഏതൊരു ബിസിനസ്സിലും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ ഒരുപാട് അക്കാഡമിക് ഡിഗ്രികളോ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല. നമ്മുടെ കഴിവുകൾ അത് ഷോക്കേസ് ചെയ്യാനുള്ള, അതല്ലെങ്കിൽ ആ കഴിവുകളുണ്ട് എന്ന് അറിയിക്കാനുള്ള തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് വളരെ ബേസിക്കാണ് ഏതൊരു മേഖലയിലും വളർച്ച ഉണ്ടാവാൻ എന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മളിതിൽ നബീല മാം എന്തോ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് മുമ്പ് എന്നോട് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ രമിത മാം, അതുപോലെ അല്ല, ആരോ ഒരാൾ എന്തോ ഒരു ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഇത് നമ്മളന്ന് പരിചയപ്പെട്ടെന്ന് പറഞ്ഞ ഒരു ഓർമ്മ ഉണ്ടല്ലോ. അതാരായിരുന്നു? അതാരോ ആവട്ടെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഓർമ്മ ആരോ നമ്മൾ പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു ഒരു സാഹചര്യത്തിലും ഇപ്പോൾ നിങ്ങൾക്ക് പല കോളുകളും വന്നിട്ടുണ്ടാവും. അതായത് നമ്മുടെ കസ്റ്റമർ റിലേഷൻ്റെ ഭാഗമായിട്ട്, അതല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ എൻക്വയറി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വല്ല എൻക്വയറി കോളുകളും ഒക്കെ വന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അല്ലേ, നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. അപ്പം അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചില സമയത്തൊക്കെ ഒരുപാട് ഹിന്ദി കോളുകൾ, നമുക്ക് ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെയൊക്കെ പല കോളുകളും പലപ്പോഴും വരാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ നമ്മുടെ നമ്പറും കോൺടാക്ട് നമ്പറുകളൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും അവർ കോൾ ചെയ്യുന്നുണ്ടാവുക. എനിക്കങ്ങനെ ഒരു കോൾ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ ട്രേഡിംഗ് മേഖലയിൽ ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കോളുകൾ വരുന്ന സമയത്ത് നമുക്ക് വലിയ മുഷിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുക. ഇനി അത് പോട്ടെ, ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു എൻക്വയറി ഞാനൊരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എൻക്വയറി ചെയ്ത സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരിക്കൽ എന്നെ ഒരാൾ വിളിച്ച് ഞാൻ വളരെ താല്പര്യത്തോടു കൂടെയായിരുന്നു ഞാൻ എൻക്വയറി ചെയ്തതും, ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയതും സെർച്ച് ചെയ്തതൊക്കെ തീർച്ചയായിട്ടും ചെയ്യണമെന്നും പഠിക്കണമെന്നും, അതല്ലെങ്കിൽ ആ ഒരു അറ്റുപോയ ബന്ധം അല്ലേ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ആ ഒരു ബന്ധം ഈ ലാംഗ്വേജുമായിട്ട് ഡിസ്കണക്റ്റ് ആയി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു താല്പര്യത്തിലാണ് ശരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു എൻക്വയറി കൊടുക്കുന്നതൊക്കെ. പക്ഷേ അങ്ങനെ കൊടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ലേഡി കൗൺസിലറാണ്, അക്കാഡമിക് കൗൺസിലർ എന്നാണ് അവർക്ക് പറയുക അല്ലേ. അതായത് ഇത്തരത്തിലുള്ള എൻക്വയറികളും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിക്കാനൊക്കെ ഉള്ള ആ ഒരു പൊസിഷൻ അല്ലേ, അതാണ് അക്കാഡമിക് കൗൺസിലർ എന്ന് പറയാം. അപ്പോൾ അവർ എന്നെ വിളിച്ച സമയത്ത് എനിക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇടപെടലുകൾ, അതല്ലെങ്കിൽ അവരെന്നെ ട്രീറ്റ് ചെയ്ത രീതികളിലുള്ള ചെറിയ പാകപ്പിഴവുകൾ എന്ന് തന്നെ പറയാം അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട്, കസ്റ്റമർ ഈസ് ഓൾവേസ് എ കിങ് അല്ലേ. അതെത്ര പാവപ്പെട്ടവനാണെങ്കിലും, എത്രയൊക്കെ ഇല്ലാത്തവനാണെങ്കിലും കസ്റ്റമർ എന്ന് പറയുന്നത്, കസ്റ്റമർക്ക് അതിൻ്റെതായ വാല്യൂ നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഏകദേശം എല്ലാ ബിസിനസ്സും, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി അവരുടെ കൂടെ ചെയ്യേണ്ടെന്ന്. അപ്പോൾ അതേപോലെ
അന്ന് അവരെടുത്തിട്ടുള്ള അവർക്ക് വന്നിട്ടുള്ള ലീഡുകളൊക്കെ ആ ഒരു ലേഡി തന്നെയാണ് വിളിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ ഒരുപാട് താല്പര്യത്തോടു കൂടെ തന്നെ എൻക്വയറി ചെയ്ത ഒരുപാട് കസ്റ്റമേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായേക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. എന്ത് എല്ലാ ബിസിനസ്സുകളും അല്ലേ ഒരിക്കലും തന്നെ അതിൻ്റെ മോശം പ്രോഡക്റ്റുകളെ കൊണ്ടല്ല പല ബിസിനസ്സുകളും ഫെയിലായി പോകുന്നത്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഞാൻ വീഡിയോ ജസ്റ്റ് ഓഫ് ചെയ്തിടുന്നുണ്ട്. പിന്നെ സ്നേഹ മാം അതുപോലെ രമിത മാം നിങ്ങളൊന്ന് വീഡിയോ ഓൺ ആക്കാവോ? സ്നേഹ മാം അതുപോലെ രമിത മാം ഒന്ന് വീഡിയോ ഓൺ ആക്കാവോ? ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെയാണ്, എൻ്റെ വോയിസ് ഓക്കെ ആണല്ലോ അല്ലേ? പിന്നെ അപ്പോൾ ബാക്കിയുള്ളവരൊന്ന് വീഡിയോ ഒന്ന് ഓണാക്കാവോ? രമിത മാം സാഹചര്യം ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓണാക്കണേ. അതുപോലെ സ്നേഹ മാമിനെ പുതിയതായിട്ടാണ്. ഓക്കെ 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 താങ്ക് യു. ഹായ് ഹായ്. പുതിയതായിട്ട് ജോയിൻ ചെയ്താണല്ലേ സ്നേഹ മാം? അതെ അതെ സർ, ക്ലാസ് ആണ്. ഓക്കെ 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 ഓക്കെ. പിന്നെ രമിത മാം ഓക്കെ ആണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ വീഡിയോ ഓൺ ആക്കാൻ? ഓക്കെ 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 താങ്ക് യു. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഓഫാക്കിയത് വേറെ ഒന്നുമല്ല, നെറ്റ്വർക്കിൻ്റെ എൻ്റെ വോയിസിൻ്റെ ഒരു ബ്രേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഓഫാക്കിയത്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, മറിച്ച് അതിലപ്പുറത്ത് അത് കേൾക്കുന്ന ആൾ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഒരു ലക്ഷ്യം വെച്ച് പറയുന്നതും അതുപോലെ തന്നെ അത് കേൾക്കുന്ന ആൾ അത് ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് അല്ലേ അവിടെ ആ ഒരു ഉദ്ദേശ കാര്യം സഫലമാവുന്നത് അല്ലേ? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണ്. നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ ആളുടെ എന്തെങ്കിലും അതിൻ്റെ പ്രൈസിലുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മളും അല്ലേ സാറേ അങ്ങനെയല്ല, ഇത് നമുക്ക് ഇത്ര നല്ല പ്രോഡക്റ്റ് ഒരു പക്ഷേ നമുക്ക് ഈ ഒരു റേറ്റിൽ നമുക്ക് കിട്ടൂല എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ അല്ലേ ആൾക്ക്, അതായത് നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള ആൾക്ക് ഒരു വിഷമം ഉണ്ടാവുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ആളുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് സംസാരം ഉണ്ടായാൽ അതെന്തായി, അതൊരു മിസ്കോൺവെർസേഷനായി, അതല്ലെങ്കിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷനായി. നമ്മൾ പറഞ്ഞതാവില്ല പലപ്പോഴും പല കേസുകളിലും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് കിട്ടുന്നത് എന്നതിന് നോക്കിയിട്ട് വേണം, ആലോചിച്ചിട്ട് വേണം നമ്മളെപ്പോഴും ബിസിനസ്സിൽ സംസാരിക്കാൻ. നമ്മുടെ സാധാരണ കമ്മ്യൂണിക്കേഷനുകളെ പോലെയല്ല ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ട് നമ്മളിപ്പോൾ സാധാരണ നമ്മളൊരു സൗഹൃദങ്ങൾക്കിടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ അതിലൊരു ചെറിയൊരു എന്താ പറയുക, വേറൊരു മീനിങ് വന്നാലോ, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല അവർ മനസ്സിലാക്കിയതെങ്കിലോ അതൊന്നും ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. നമുക്കതൊക്കെ ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ എന്നാൽ അതേസമയം ഒരു ബിസിനസ്സിൽ അങ്ങനെ നടക്കുന്ന സമയത്ത് അതെന്തായി മാറും, അത് തീർച്ചയായിട്ടും ആ ഒരു കസ്റ്റമർ എന്നേക്കുമായിട്ട് ലൂസ് ആവാൻ അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആയി പോവാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സിലെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അത്രയും പ്രാധാന്യത്തോടു കൂടെ എന്ത് ചെയ്യണം, നമ്മളത് കീപ്പ് ചെയ്യണം എന്നർത്ഥം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് CRM ആണ് അല്ലേ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. ഈ റിലേഷൻഷിപ്പുകൾ, കസ്റ്റമറുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ആ ബന്ധം, ഏതൊരു ബന്ധം, അതിപ്പോൾ കസ്റ്റമറോടൊന്നല്ല, നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ ഹസ്ബൻഡിനോടാണെങ്കിലും നമ്മുടെ ഏത് ലൈഫ് സർക്കിളിലെ ഏത് പൊസിഷനിലാണെങ്കിലും ആ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഈ കസ്റ്റമർ റിലേഷനിലും വളരെ പ്രധാനമാണ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇനി ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് അത് യഥാർത്ഥ ആളിൽ യഥാർത്ഥ സമയത്ത് യഥാർത്ഥ രൂപത്തിൽ
നമ്മൾ ആ കാര്യം ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ അല്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് തന്നെയാണ് ബിസിനസ്സിലും വരിക. പക്ഷേ ഇനി CRMൽ, അതായത് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എവിടെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മൂന്ന് തലങ്ങളിലാണ് എന്ന് നമുക്ക് പറയാം. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ബിഫോർ സെയിലാണ് അല്ലേ. നമുക്കറിയാം ഒരു കച്ചവടം നടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലേ. എന്താണ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു അട്രാക്ഷൻ സ്റ്റേജ് എന്ന് പറയാം അല്ലേ. ഒരു അട്രാക്ഷൻ, അതായത് ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഒരു പിക്ചർ കാണുന്ന സമയത്ത്, അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ക്ലൈൻറ്റ് അല്ല നമ്മുടെ ഒരു സ്റ്റാഫ് സംസാരിക്കുന്നത് ഒരു ക്ലൈൻറ്റ് കേൾക്കുകയാണ്, ഒരു സ്റ്റാഫ് കേൾക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അല്ലേ, നല്ല സംസാരത്തിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിനോട് ഒരു താല്പര്യം വരുന്നു അല്ലേ. ഇതാണ് ബിഫോർ സെയിൽ അല്ലേ, കച്ചവടത്തിന് മുമ്പായിട്ട് നടക്കുന്ന ഒരു അട്രാക്ഷൻ ലെവൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം അല്ലേ. ആ ഒരു സംസാരത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു അട്രാക്ഷൻ നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് അവർക്ക് ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്യൂറിങ് സെയിലാണ്. അതായത് കച്ചവടം നടക്കുന്ന സമയത്തുള്ള ഒരു 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 കോൺവെർസേഷൻ അല്ലേ. ഒന്ന് നോക്കി നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൻ്റെ മുന്നിലൂടെയൊക്കെ പോകുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറയാണ്, നല്ല സാരി ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി സാരി ഉണ്ട്, വില കുറഞ്ഞ സാരി ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അല്ലേ നമ്മൾ അകത്തേക്ക് വിളിക്കുന്ന ആളുകൾ, അവരും എന്താണ് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ അതല്ലെങ്കിൽ ഇതിൻ്റെ അല്ലേ, ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരും ഈ ഒരു സെയിലിന് മുമ്പായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അവർ ചെയ്യുന്നത് അല്ലേ. ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഈ പുറമേയുള്ള വീഡിയോ മെസ്സേജുകളിലൂടെ അതല്ലെങ്കിൽ വീഡിയോ ആഡ്സുകളിലൂടെയൊക്കെ സംസാരിക്കുന്നത്, അതൊക്കെ കമ്മ്യൂണിക്കേഷൻ അല്ലേ അല്ലേ. ഒരു വീഡിയോ വഴി നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ ആ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുകയാണ് അല്ലേ. ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മളെ ഇവിടേക്ക് ആ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. എൻ്റെ വോയിസ് ഓക്കെ അല്ലേ, ഞാൻ ഇടയ്ക്ക് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, വോയിസ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. അപ്പോൾ നമ്മുടെ ആ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിലേക്ക് നമ്മളെ വലിക്കുന്ന അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്നത് അതൊരു കമ്മ്യൂണിക്കേഷനാണ്. അത് ബിഫോർ സെയിൽ കമ്മ്യൂണിക്കേഷനാണ്. ഇനി ഡ്യൂറിങ് സെയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം അല്ലേ. നമുക്ക് ആ കച്ചവടത്തിൻ്റെ സമയത്ത് എന്താണ് ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സാധനം ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംസാരം, അതും വളരെ നല്ല രീതിയിലാവണം അല്ലേ. എവിടെയെങ്കിലും നമ്മളൊക്കെ എത്ര ഷോപ്പുകളിൽ നമ്മൾ പോയിട്ട് ആളുകളുടെ സ്റ്റാഫുകളുടെയൊക്കെ മോശമായ സംസാരം കൊണ്ട് എത്ര ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് ആ ഒരു അനുഭവം പല ആളുകളും പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു കോൺവെർസേഷൻ, ഡ്യൂറിങ് സെയിൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലാണ് കൺവേർഷനൊക്കെ നടക്കുന്നത്. എന്താ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് സിമ്പിളായിട്ട് പറയുകയാണ് അല്ലേ. അതായത് എനിക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന ചിന്തയിൽ അയാൾ ഷോപ്പിലേക്ക് കയറുന്നത്. ആ ഷോപ്പിൽ നിന്ന്, ആ ഒരു ആലോചനയിൽ നിന്ന് ഈ സാധനം ഞാൻ വാങ്ങും എന്ന ആ ഒരു തീരുമാനത്തിലേക്കുള്ള ഒരു മാറ്റവും നടക്കുന്നത് ആ ഒരു സമയത്താണ്. ഏറ്റവും ഒരു കച്ചവടത്തിൽ, ഒരു ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണത്. അതിനെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്, സംസാരമാണ്. ആ സംസാരം, ബിസിനസ്സിലെ സംസാരം എത്രത്തോളം മനോഹരമാകുന്നു, എത്രത്തോളം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, അതൊക്കെ നമുക്ക് നന്നാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കച്ചവടത്തിലെ ബിസിനസ്സിലെ മൂന്നാമത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം വരുന്ന മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടൻഷൻ സ്റ്റേജ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ആഫ്റ്റർ സെയിൽ, കച്ചവടത്തിന് ശേഷം അല്ലേ, ആള് പൈസയൊക്കെ തന്നു, ആ പൈസയൊക്കെ തന്ന് ക്യാഷൊക്കെ തന്ന് ആൾ പോകുന്ന സമയത്ത് അയാളെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു പാക്കിംഗ് ആണെങ്കിലും അതല്ലെങ്കിൽ അതെങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടിയിലേക്ക് എടുത്തു കൊടുക്കുന്നത്, ഇത്തരത്തിലുള്ള ആ ഒരു സമയത്ത് ആഫ്റ്റർ സെയിൽ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നത്, അവരുമായിട്ട് ഇടപഴകുന്നത്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്, ആ പ്രോഡക്റ്റിൻ്റെ തന്നെ ഗുണങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്, ഇതൊക്കെ എന്താണ്, ആഫ്റ്റർ സെയിൽ കമ്മ്യൂണിക്കേഷനുകളാണ് അല്ലേ.
ശരിയല്ലേ? നമുക്ക് അല്ലേ? നമുക്കിതൊക്കെ നമ്മൾ ഏതൊരു ഷോപ്പിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോഴും ഇപ്പോൾ രണ്ടോ മൂന്നോ ഷോപ്പുകളിൽ ഇപ്പോൾ ഒരു ചെരുപ്പിൻ്റെ കാര്യം പറയാം. ഒരു ചെരുപ്പ് നമുക്ക് നോക്കണം. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ചെരുപ്പ് നോക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയാൽ അവിടെ നമുക്ക് നല്ലതില്ല എന്ന് തോന്നിയാൽ നമ്മൾ അടുത്ത കടയിൽ കയറും. സ്വാഭാവികം അല്ലേ? പിന്നെ അത് അവിടെ ഇല്ല എന്ന് തോന്നിയാൽ വേറെ കടയിലേക്ക് കയറും. ഇത്തരത്തിലൊരു 3 കടകളിലേക്ക് നമ്മൾ കയറിയാലും അതിലേതെങ്കിലുമൊക്കെ ഒരു ഷോപ്പിൽ നിന്ന് അവസാനം നമ്മൾ വാങ്ങും. പക്ഷേ ആ വാങ്ങുന്ന ഷോപ്പിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവും. ആ വാങ്ങുന്ന ഷോപ്പിൽ നിന്നായിരിക്കും ഈ കമ്മ്യൂണിക്കേഷനൊക്കെ, അതായത് നമ്മളെ സമാധാനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വാല്യൂ ചെയ്യുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങുന്നതിലേക്ക് നമ്മളെ നയിച്ചത് എന്തായിരിക്കും? നമ്മുടെ ഈ ഒരു അവരുടെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എന്നർത്ഥം. ഇനി ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് പറയാം. അതായത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആശയവിനിമയമാണ് അല്ലേ? ആശയവിനിമയമാണ്. ഇപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ പുറത്ത് പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയൊരു ടെക്നിക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഒരാളോട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു എൻ്റെ മുന്നിലൊരു 10-15 ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് നോക്കാം. അപ്പോൾ അതിലത്തെ ഒരാളോട് പറയാണ്, നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഒരാൾ കയറി വരും അല്ലേ? എന്നിട്ട് ഞാൻ ജസ്റ്റ് വേറൊരാളെ നോക്കിയിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ കയറി വരും. കാരണം എന്താ? ആളും സ്റ്റേജിലേക്ക് കയറി വരും. അവിടെ ഇപ്പം ഞാൻ നിങ്ങളും കയറി വരൂ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ കയറി വരുന്നത് അതൊരു അല്ലേ ഒരു ആംഗ്യത്തിൻ്റെ എന്താ പറയുക, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടന്നതെന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ അല്ലേ നമുക്കറിയാം ഗസ്റ്റർ, അതല്ലെങ്കിൽ നമ്മൾ ആംഗ്യ രൂപേണ പല രീതിയിലും നമ്മൾ ഏതൊക്കെ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. എന്നാൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല സംസാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ വിളിക്കാം. ഹലോ, ഓക്കെ, വിസിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓക്കെ 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 വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത് ബിസിനസ്സിൽ വരുന്ന കമ്മ്യൂണിക്കേഷനുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അല്ലേ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഫോൺ കോൾസ് അല്ലേ? അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ കോൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ എന്താ പറയുക കസ്റ്റമേഴ്സിനെ കോൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മീറ്റിങ്ങുകൾ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇനി അതല്ല, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പ്രസൻറ്റേഷനുകൾ സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം എന്ത് തന്നെയാണ് അല്ലേ? ഒരു ബിസിനസ്സിൽ നടക്കുന്ന ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ വെർബലായിട്ടുള്ള രൂപങ്ങളാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാചികമായ ആശയവിനിമയം അല്ലേ? അങ്ങനെയാണ് പറയാം. വാചികമായ ആശയവിനിമയം, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം അല്ലേ? ഇപ്പോൾ ഈ വാചികമായ ആശയവിനിമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ആ കസ്റ്റമർ ആ പ്രോഡക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ് അവർ വാങ്ങണോ വാങ്ങണ്ടേ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം എഫക്റ്റീവാണ് എന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സീക്രട്ടുകൾ, അതല്ലെങ്കിൽ സെയിൽസിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു സെഷനായിട്ട് തന്നെ നമുക്ക് വിശാലമായിട്ട് ഞാൻ എടുക്കണമെന്ന് കരുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വെക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചാർജർ, ഇപ്പോൾ ഒരു മൊബൈലിൻ്റെ ചാർജർ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. കാരണം ഞാൻ എവിടെയോ മുമ്പ് കേട്ടൊരു ഓർമ്മ അതെൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. അപ്പോൾ ആ ഒരു ചാർജർ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം പറയുകയാണ്.
നമ്മളിപ്പോൾ ഒരു ചാർജർ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ആ ചാർജറിന് നമ്മൾ അല്ലേ ഒരു ക്ലയൻറ്റ് നമ്മൾ വരുന്ന സമയത്ത് ആ ക്ലയൻറ്റിനോട് എങ്ങനെ സംസാരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു ഷോപ്പിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് സംസാരിച്ചത്, ഇതാണ് ചാർജർ, നല്ല ചാർജറാണ്, ഇതിൻ്റെ വില എത്രയാണ്, ഈ ചാർജർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്, അതായത് നിങ്ങൾക്ക് കൂടുതൽ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ആ ചാർജറിനെ കുറിച്ചിട്ട് പറഞ്ഞു. എന്നാൽ മറ്റൊരു സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് ആ സ്റ്റാഫ് വളരെ ബേസിക്കലി ഇയാളോട് എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങൾ ആദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങനത്തെ ചാർജറാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഈ ചാർജർ കൊണ്ട് നിങ്ങൾ, അതായത് നല്ല എന്താ പറയുക, പെട്ടെന്ന് പവർ ചാർജിങ് ആണോ അതല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ചാർജ് ആക്കാനാണോ, എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ കൃത്യമായിട്ട് ചോദിച്ചിട്ട് അതിനുശേഷം ഇയാൾക്ക് എന്ത് കിട്ടും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ചാർജർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സാധാരണ ചാർജറുകൾ ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യുന്നതിനേക്കാളേറെ ഒരു ദിവസത്തിൽ 2 മണിക്കൂറോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ബാക്കിയുള്ള ചാർജർ ഒരുപക്ഷെ 3-4 മണിക്കൂർ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് ഈ കമ്പനിയുടെ ഈ ചാർജർ ഇത് ഇത്തിരി ചെറിയൊരു വില കൂടുതലുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 2 മണിക്കൂറോളം ചാർജിങ് ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുമെന്ന രീതിയിൽ ഈ ഒരു സ്റ്റാഫും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വ്യത്യാസം കണ്ടോ. ഇവിടെ രണ്ടാമത്തെ കേസിൽ ഫോക്കസ് ചെയ്തത് ക്ലയൻറ്റിന് എന്ത് കിട്ടും എന്നതിനനുസരിച്ചിട്ടാണ്, അല്ലേ. ഒരു ക്ലയൻറ്റ് എപ്പോഴും നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് പൊതുവെ എല്ലാ ക്ലയൻസും നമ്മൾ പറയും എന്ത് കൊടുക്കും, അതായത് അവരെന്ത് വില മാത്രമാണ് ആളുകൾ ഫോക്കസ് ചെയ്യുക എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ വില മാത്രമല്ല, അതിലപ്പുറത്ത് ആ വിലക്കനുസരിച്ച് അവർക്ക് എന്ത് കിട്ടും എന്നതാണ് ഓരോ ക്ലയൻറ്റും എന്ത് ചെയ്യുന്നത്, അവരാലോചിക്കുന്നതും അവർ ഫോക്കസ് ചെയ്യുന്നതും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോ ലീഡും അതല്ലെങ്കിൽ ഓരോ കസ്റ്റമറെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതൊരു പോസിറ്റീവ് ഒരു ക്ലയൻ്റാക്കി, അതായത് അതൊരു സെയിലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നർത്ഥം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കേസിൽ ഒരേ പ്രോഡക്റ്റാണ്, പക്ഷേ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ലെവൽ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വാങ്ങുകയും ചെയ്തു, മറ്റൊരാളുടെ കേസിൽ ഒരിക്കലും ആ കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ആ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഇനി രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അല്ലേ. അതായത് നമ്മുടെ നോൺ വെർബൽ എന്ന് പറയുന്ന സമയത്ത് വാചികമല്ലാത്ത, അതിനിപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ബോഡി ലാംഗ്വേജ്, അല്ലേ, നമ്മളൊക്കെ പൊതുവേ പറയുന്ന ഇതാണ് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്റ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, പിന്നെ അതുപോലെ നമ്മുടെ ശബ്ദത്തിൻ്റെ ഒരു ട്യൂണ്, അല്ലേ, എല്ലാം പ്രധാനമാണ്. ഇപ്പോൾ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യം എടുക്കാം. ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്, ഞാനിങ്ങനെ ഒരു ഒരു മൈന്നനെ ഇരുന്നിട്ട്, അല്ലേ, ഒരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടെൻഷനായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചടച്ചിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ബോറിങ് തന്നെ ആയിരിക്കും, അല്ലേ. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് കയറി ചെന്ന സമയത്ത് ആ ഷോപ്പിൻ്റെ ഓണർ അവിടെ എന്തോ ഒരു പണിയിലാണ്. അപ്പോൾ ആ പണിയിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി എന്നിട്ട് ആളുടെ പണി തന്നെ തുടർന്നു. എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചുവെങ്കിൽ പോലും നമ്മളെ പരിഗണിച്ചില്ല എന്ന് തോന്നിയാൽ നമ്മളവിടുന്ന് സാധനം വാങ്ങൂല. അതാണല്ലോ, അല്ലേ, സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അതും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല ഐ കോണ്ടാക്റ്റ്, അല്ലേ, നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുന്ന ആളുകൾ, നമ്മൾ എപ്പോഴും വീഡിയോ ഓൺ ആക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്, അല്ലേ. രമിത മാമിന് ചെറിയൊരു സൗകര്യക്കുറവ് ഉണ്ട് എനിക്കറിയാം. പിന്നെ അതുപോലെ നബീല മാം യാത്രയിലുമാണ്, എപ്പോഴും വീഡിയോ ഓണാക്കാറുണ്ട്, കുഴപ്പമില്ല. എന്തായാലും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റ് അത് വളരെ വലുതാണ്. അപ്പോൾ നമ്മളോട് അങ്ങനെ സംസാരിക്കുമ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ, കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ്വർക്കും വലിയൊരു ഘടകമാണ്, അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലത്തിന് വീഡിയോ വീണ്ടും ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.
പിന്നെ അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലേ, നമുക്കറിയാം നമ്മുടെ ഒരു കച്ചവടം, നമ്മളൊരു സ്റ്റാഫായിട്ട് നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കസ്റ്റമർ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ടെൻഷനുകൾ ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് ചില കസ്റ്റമറൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരൊക്കെ അല്ലെ ചില ക്ലയൻസിന് അല്ല സോറി ചില സ്റ്റാഫുകളെ കണ്ടിട്ടുണ്ടാവും വലിയ പ്രയാസത്തിൽ നിന്നായിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് മറ്റു പല ജാതി പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അവർ ഒരു ക്ലയൻറ്റിൻ്റെ മുന്നിലേക്ക് അങ്ങ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ടെൻഷനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. അതിപ്പോൾ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ഭാവിയിൽ ബിസിനസ് ചെയ്യേണ്ട ആളുകളാണ്. ഒരിക്കലും ഒരു CRM എന്ന് പറയുന്ന ഒരു പൊസിഷൻ അല്ല നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, ബിസിനസ്സാണ്. അങ്ങനെ ഒരു ബിസിനസ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അല്ലേ, നമുക്കറിയാം ഒരു സാധാരണ ജോലിക്കാരനാണെങ്കിൽ ആ ജോലിക്കാരന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രം ജോലി എടുത്താൽ മതിയാവും. അതായത് 10 മണിക്ക് ഷോപ്പിൽ വന്ന്, അതല്ലെങ്കിൽ രാത്രി 9 മണിയാകുമ്പോഴേക്ക് കട പൂട്ടിയിട്ട് അയാൾക്ക് പോകാം. അയാൾക്ക് പോയി അവിടെ കച്ചവടം നടന്നാലും ഇല്ലെങ്കിലും അയാൾക്ക് സാലറി കിട്ടും. പക്ഷേ ഒരു ബിസിനസ് ഓണർ ആകുന്ന സമയത്ത് ഒരുപക്ഷെ അവിടെ കച്ചവടം നടന്നാലും ഇല്ലെങ്കിലും നമ്മൾക്കൊന്നും കിട്ടൂല എന്ന് മാത്രമല്ല, കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടൂല എന്ന് മാത്രമല്ല, അവിടെ ജോലിക്കാരായിട്ട് നിന്നവർക്ക് സാലറി കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് അല്ലേ, അവർക്ക് നമ്മൾ കൂലി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പലജാതി പ്രശ്നങ്ങൾ, ഫിനാൻഷ്യലി ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരേ സമയം നമ്മൾ നോക്കേണ്ടി വരും. അതേപോലെ തന്നെ സോറി ഒരു കോള് വന്നതാണ്. പിന്നെ അപ്പോൾ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ, മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എന്ത് ഷോപ്പാണെങ്കിലും, ഇപ്പോൾ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പുതിയൊരു ബ്രാൻഡ് ഷോപ്പ്, എന്താ പറയുക, ഒരു ചെരുപ്പുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പുതിയൊരു കച്ചവടക്കാർ തുടങ്ങുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടി വരും. ഇങ്ങനത്തെ എല്ലാ ടെൻഷൻ്റെ ഇടയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ മുന്നിലേക്ക് ഒരു കസ്റ്റമർ വരുന്നതെങ്കിൽ, ആ ടെൻഷൻ മനസ്സിൽ വെച്ചുകൊണ്ട്, ആ ടെൻഷൻ മുഖത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആ കസ്റ്റമറെ ഇടപെട്ടാൽ, ആ കസ്റ്റമറുമായിട്ട് സംസാരിച്ചാൽ, സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നമുക്ക് ആ കസ്റ്റമർ നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തൊക്കെ നമ്മളെ തളർത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും, ഒരു കസ്റ്റമറുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് പോലും ഉണ്ടാവാൻ പാടില്ല. അതുണ്ടാവാതെ നോക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കച്ചവടത്തിൻ്റെ വിജയത്തിന് അത്രയും അത്യാവശ്യമാണ് എന്നർത്ഥം, അങ്ങനെ പറയാം. ഓക്കെ, അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലേ, അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് നമ്മുടെയൊക്കെ വോയിസ് ടോണാണ്. ഇപ്പോൾ അല്ലേ, നമുക്കറിയാം എന്തൊരു കാര്യവും പറയുന്ന സമയത്ത് ആ ടോൺ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, അതിപ്പോൾ നമ്മൾ അല്ലേ, ഇപ്പോൾ മാരേജ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ അത് പെട്ടെന്ന് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഹസ്ബൻഡുമായിട്ടൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ അല്ലേ, നമ്മൾ പറഞ്ഞതിന് എന്തും, ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ. എന്നാൽ ജസ്റ്റ് രമിത മാം ഒരു സന്തോഷത്തോടു കൂടെ ജസ്റ്റ് ഒന്ന് യെസ് എന്നൊന്ന് പറഞ്ഞ്, ഒരു സന്തോഷത്തോടു കൂടെ, കുറച്ച് ഹാപ്പി ആയിട്ട് യെസ് അല്ലേ. അതേപോലെ തന്നെ എന്നാൽ അതേ വാക്കുകൾ തന്നെ ഇപ്പോൾ സ്നേഹം ജസ്റ്റ് ഒന്ന് അല്ലേ, ഒന്ന് ദേഷ്യത്തിലൊന്ന് പറയാൻ പറ്റുമോ? ദേഷ്യപ്പെടാൻ കഴിയാത്ത ആളാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അല്ല, ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഏതൊരു വാക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് ഒരേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത ട്യൂണുകളിലുള്ള ചെറിയൊരു മാറ്റം വരുത്തിയാൽ തന്നെ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം. ഓക്കെ, പിന്നെ ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ നമ്മൾക്ക് ബിസിനസ്സിൽ വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെയാണ്. ബിസിനസ്സിൽ വരുന്ന മറ്റൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇമെയിലുകളാണെങ്കിലും അതല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസ് ആണെങ്കിലും പിന്നെ
പിന്നെ നമ്മളൊരു ബിസിനസ്സിൻ്റെ പ്രൊപ്പോസൽ കൊടുക്കുന്ന സമയത്ത് അവിടെയൊക്കെ എഴുത്ത് മുഖേനയുള്ള കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വരും. ആ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് എന്താ പറയുക, ഞാനൊരു ഇതേപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ആഡിൽ ഞാൻ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരാൾ എന്നെ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ഇട്ടു. ഞാൻ പൊതുവേ അങ്ങനെ പല എൻക്വയറികളും ചെയ്യാറുണ്ട് കേട്ടോ. അതാണ് എനിക്കതൊക്കെ ഇങ്ങനെ ഉദാഹരണം പറയാൻ കുറേ വരുന്നത്. എന്നിട്ട് ആള് എനിക്ക് ഒരു ഹായ് ഇട്ടു. അപ്പോൾ ഞാനും തിരിച്ചൊരു ഹായ് ഇട്ടു. അങ്ങനെയല്ല, ഒരു പ്രൊഫഷണലായിട്ടുള്ള അവരുടെ കമ്പനിയുടെ ഒരു വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനിയെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഒരു അക്കാഡമിയാണ്. അപ്പോൾ പക്ഷേ ഒരു ഹായ് ഒക്കെ വന്നപ്പോൾ ഞാൻ തിരിച്ചൊരു ഹായ് ഇട്ട് കൊടുത്തു. പക്ഷേ പിന്നീട് അവർ എന്താ പറയുക, എനിക്ക് ഒരു ചെറിയൊരു വോയിസും അയച്ചു, പിന്നെ അതേപോലെ തന്നെ ഒരു ടെക്സ്റ്റും അയച്ചു. നിങ്ങൾ ഇന്നൊരു എൻക്വയറി ചെയ്തിരുന്നില്ലേ, ചെയ്ത ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ തന്നെ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി, ആളൊരു ഈ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു അക്കാഡമിക് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക്, അതല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മേഖലയിൽ ആളൊരു പുതിയ ആളാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ആ ഒരു രീതിയിൽ അല്ലേ, നമുക്കറിയാം ഒരാളുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കസ്റ്റമറുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട് എന്നർത്ഥം അല്ലേ. എന്താ പറയുക, ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ അതിലൊരു പ്രൊഫഷണലിസം, ഇപ്പോൾ നിങ്ങൾ AJH അക്കാഡമിയുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് തരുന്ന ഓരോ റെസ്പോൺസുകൾ അല്ലേ, നമ്മളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുന്ന പോലെയുള്ള റെസ്പോൺസുകളാണോ? അല്ല. അതിന് ഒരു പ്രത്യേക ഒരു പ്രൊഫഷണൽ ടച്ച് ആയിരിക്കും ഉണ്ടാവുക. അത് തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലെ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. പിന്നെ കൊടുക്കുന്ന മെസ്സേജുകളൊക്കെ അല്ലേ, കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യപ്പെടുക. നമുക്കറിയാം, ഇപ്പോൾ പുതിയ കാലത്ത് നമുക്ക് എന്താ പറയുക, ഓട്ടോമേറ്റിംഗ് അല്ലേ, ഒരു സൗകര്യമുണ്ട്, ഓട്ടോമേഷൻ്റെ മെസ്സേജ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു സൗകര്യം. അതായത് ഇപ്പോൾ നമുക്കതിന് ഒരുപാട് ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരാൾ നമ്മളോട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് ഹായ് എന്നോ അല്ലെങ്കിൽ മറ്റ് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം എന്നുണ്ട് എന്ന രീതിയിൽ ഒരാൾ നമുക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മറുപടി തരികയാണ്. എന്ത്, ഹായ്, ഹൗ ക്യാൻ വി ഹെൽപ്പ് യു എന്നൊക്കെ ചോദിച്ചിട്ട്, ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് വരികയാണ്. ഇതെങ്ങനെ, അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഇത് ഇങ്ങനൊരു മെസ്സേജ് വന്നല്ലോ, ഇവരുടെ ഭാഗത്തു നിന്നൊരു റെസ്പോണ്ട് വരുന്നുണ്ടല്ലോ. ഇവർ നേരിട്ടല്ലെങ്കിലും നമുക്കറിയാം അത് അവർ നേരിട്ട് ചെയ്യുന്നതല്ല, ഒരുപക്ഷെ അത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും. എങ്കിൽ പോലും റെസ്പോൺസ് ഉണ്ടല്ലോ എന്ന ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മളുടെ കമ്പനിയിലും നമ്മൾക്കൊരാൾ മെസ്സേജ് അയക്കുമ്പോൾ ഒരിക്കലും ആ മെസ്സേജ് നമ്മൾ കാണാതെ പോകുന്ന, അതല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ട് താഴേക്ക് പോയിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഒരിക്കലും ഒരു യഥാർത്ഥ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള വാക്കുകളോ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ക്ലാരിറ്റി ഈക്വൽ ടു പ്രൊഫഷണലിസം എന്നാണ് പറയാറുള്ളത്. നമ്മൾ പ്രൊഫഷണൽസ് ആണെന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിക്കൊണ്ട് വളരെ ക്ലാരിറ്റിയോടുകൂടെ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ സെഷനിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അടുത്ത ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 7 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കും. ഓക്കെ, എനിവേ മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. എന്ത് സംശയങ്ങളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകളിൽ വല്ലതുമൊക്കെ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഓക്കെ, എനിവേ ഓക്കെ അല്ലേ? ഹലോ, ക്ലാസ് ഓക്കെ അല്ലേ? മനസ്സിലായിട്ടില്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ ആണ്, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്നാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.